അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1419, 14-ാം അധ്യായം സൂറത്തു ഇബ്രാഹിം 1 മുതൽ 4 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം റാ. كتاب أنزلناه إليك لتخرج الناس من الظلمات إلى النور بإذن ربهم إلى صراط العزيز الحميد. الله الذي له ما في السماوات وما في الأرض وويل للكافرين من عذاب شديد. الذين يستحبون الحياة الدنيا على الآخرة ويصدون عن سبيل الله ويبغونها عوجا أولئك في ضلال بعيد. وما أرسلنا من رسول إلا بلسان قومه ليبين لهم فيضل الله من يشاء ويهدي من يشاء وهو العزيز الحكيم. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. 14-ാം അധ്യായം സൂറത്തു ഇബ്രാഹിം മക്കി സൂറകളിൽപ്പെട്ടതാണ്, അഥവാ ഹിജറക്ക് മുമ്പ് അവതരിച്ച അധ്യായങ്ങളിൽപ്പെട്ടതാണ്. ഹിജറക്ക് മുമ്പ് അവതരിച്ച മക്കി സൂറകളുടെ പൊതുവായ സ്വഭാവം ഈ സൂറത്തിലും പ്രകടമായി കാണും എന്ന് ചുരുക്കം. അള്ളാഹുവിന്റെ ഏകത്വം സ്ഥിരീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വം സമർത്ഥിക്കുകയും അതേപോലെ പുനർജന്മവുമായി ബന്ധപ്പെട്ട് പാരത്രിക ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി അപഗ്രഥിക്കുകയും ചെയ്യുന്ന ധാരാളം ഭാഗങ്ങൾ ഈ അധ്യായത്തിൽ അടങ്ങിയിട്ടുണ്ടാകും. 52 സൂക്തങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും പറഞ്ഞ് അനുഗ്രഹം തേടിക്കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. ഈ അധ്യായവും കഴിഞ്ഞ സൂറത്തുർ റഅദും തമ്മിലുള്ള ബന്ധം വളരെ പ്രകടമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം കഴിഞ്ഞ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ പ്രശംസിക്കുകയും അതോടൊപ്പം തന്നെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന, അവർ നിർമ്മിച്ചുണ്ടാക്കുന്ന ചില ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങളൊന്നും വേണ്ടാതെ തന്നെ ഖുർആനിന്റെ ആധികാരികത സമ്മതിക്കാൻ സാധിക്കുമെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നുവല്ലോ. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ രേഖപ്പെടുത്തിയത് വലൗ അന്ന ഖുർആനൻ സുയ്യിറത് ബിഹിൽ ജിബാലു ഔ ഖുത്തിഅത് ബിഹിൽ അർളു ഔ കുല്ലിമ ബിഹിൽ മൗതാ എന്ന് തുടങ്ങി സൂറത്തുർ റഅദിന്റെ 31-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു തആല വിശദീകരിച്ചല്ലോ. അവർ പലതും ആവശ്യപ്പെട്ടു, എന്നാൽ ആ ആവശ്യങ്ങളെല്ലാം വകവെച്ചു കൊടുത്താലും അതൊക്കെ കൊണ്ടുവന്നാലും അവർ തങ്ങളെ കൊണ്ട് വിശ്വസിക്കില്ല എന്ന് അല്ലാഹു തആല സ്ഥിരീകരിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഖുർആൻ ആധികാരികമാണ് എന്ന് സമർത്ഥിക്കുകയും ചെയ്തു അല്ലാഹു സുബ്ഹാനഹു വ തആല. വകദാലിക അൻസൽനാഹു ഹുക്മൻ അറബിയ്യൻ എന്ന് അല്ലാഹു തആല സൂറത്തുർ റഅദിന്റെ 37-ാമത്തെ സൂക്തത്തിൽ വിശദീകരിച്ചു. അതേപോലെ സൂറത്തുർ റഅദിന്റെ 1-ാമത്തെ ആയത്തിൽ തന്നെ അല്ലാഹു തആല പറഞ്ഞു തിൽക ആയാത്തുൽ കിതാബി വല്ലദീ ഉൻസില ഇലൈക മിർ റബ്ബിക്കൽ ഹഖ് വലാകിന്ന അക്സറന്നാസി ലാ യുഅ്മിനൂൻ. അതൊക്കെ നമ്മൾ വിശദീകരിച്ചതാണ്. അപ്പോൾ ആ ഖുർആനിന്റെ ആധികാരികത കൃത്യമായി അല്ലാഹു തആല സ്ഥിരീകരിക്കുകയും അതേപോലെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന, വായിൽ വന്ന എല്ലാ ആവശ്യങ്ങൾക്കും വഴങ്ങിക്കൊടുക്കേണ്ടതില്ല എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ആ സൂറത്തിൽ. എന്നാൽ ഈ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെയും ഖുർആനിന്റെ അവതരണത്തെ അല്ലാഹു തആല കൃത്യമായി സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ എന്തിനായി അവിടെ അല്ലാഹു തആല ഖുർആന്റെ അവതരണത്തെ സ്ഥിരീകരിച്ചു, പക്ഷെ എന്തിനാണ് ഖുർആൻ അവതരിപ്പിച്ചത് എന്ന് വ്യക്തമാക്കിയിരുന്നില്ല. എന്നാൽ ഈ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിവരണത്തിന്റെ പൂർത്തീകരണം എന്നോണം എന്തിനാണ് ഖുർആൻ അവതരിപ്പിച്ചത് എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. അതാണ് ലിയുഖ്രിജന്നാസ
മിനൽ ദുലുമാത്തി ഇലൻ നൂർ എന്ന പ്രഖ്യാപനം അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത് ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക്, അല്ലേ? കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനൽ ദുലുമാത്തി ഇലൻ നൂർ എന്ന അല്ലാഹു തആല അതിന്റെ കാരണം, ഖുർആൻ അവതരിപ്പിച്ചതിന്റെ കാരണം വിശദീകരിക്കുന്നുണ്ട്. അതേപോലെ കഴിഞ്ഞ അധ്യായത്തിൽ പ്രവാചകന്മാർക്ക് അവർ തോന്നിയതുപോലെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവരാൻ സാധ്യമല്ല അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ എന്ന് അല്ലാഹു തആല മറുപടി പറഞ്ഞിരുന്നു 38ാമത്തെ സൂക്തത്തിൽ. എന്നാൽ ഈ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഇബ്രാഹിമിന്റെ 11ാമത്തെ സൂക്തത്തിൽ പ്രവാചകന്മാർ തന്നെ ഞങ്ങളുടെ ഉദ്ദേശത്തിനനുസരിച്ച് പടച്ചോന്റെ സമ്മതമല്ലാതെ കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന് എന്ന് പറയുന്നതായിട്ട് അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് അധ്യായങ്ങൾ തമ്മിലുള്ള ബന്ധം ആശയപരമായി വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഏതായാലും അലിഫ് ലാം റാ എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനം നമുക്കറിയില്ല, അള്ളാഹുവിന് അറിയാം എന്നാണ്. മുമ്പൊക്കെ നമ്മൾ ഇതുപോലുള്ള കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയ അധ്യായങ്ങളൊക്കെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞത് അതന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. കിതാബുൻ അൻസൽനാഹു ഇലൈക, ഈ ഖുർആൻ തങ്ങളിലേക്ക് നാം അവതരിപ്പിച്ചൊരു ഗ്രന്ഥമാകുന്നു നബിയെ. എന്തിനു വേണ്ടി? തുഖ്രിജന്നാസ, ജനങ്ങളെ തങ്ങൾ പുറത്തു കൊണ്ടുവരാൻ, മിനൽ ദുലുമാത്തി, ഇരുട്ടുകളിൽ നിന്ന് ഇലന്നൂരി, പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ, ബിദിനി റബ്ബിഹിം, അവരുടെ നാഥന്റെ സമ്മതപ്രകാരം, ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്, അതായത് പ്രതാപിയും സ്തുത്യർഹനുമായ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ അള്ളാഹു തആല തങ്ങൾക്ക് അവതരിപ്പിച്ചിട്ടുള്ള ഗ്രന്ഥമാണ് ഇത് എന്ന് അള്ളാഹു തആല പറഞ്ഞു. എന്നിട്ട് അസീസും ഹമീദും എന്ന് പറഞ്ഞ അള്ളാഹുവിനെ ഒന്നുകൂടി പരിചയപ്പെടുത്തുകയാണ്. അല്ലാഹില്ലദീ ലഹു മാ ഫിസ് സമാവാതി വൽ അർദ്, അതായത് ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും ഏതൊരു അള്ളാഹുവിന്റെ അധീനതയിലാണോ ആ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ അള്ളാഹു തആല അവതരിപ്പിച്ച ഗ്രന്ഥമാണിത്. വൈലുല്ലിൽ കാഫിരീന മിൻ അദാബിൻ ഷദീദ്, കടുത്ത ശിക്ഷ കാരണത്താൽ സത്യനിഷേധികൾക്ക് വലിയ നാശം വരും എന്നുകൂടി അള്ളാഹു തആല താക്കീത് ചെയ്തു. അല്ലദീന യസ്തഹിബ്ബൂനൽ ഹയാത്തദ് ദുനിയ അലൽ ആഖിറ, സത്യനിഷേധികൾ എന്ന് പറയുമ്പോൾ അവർ പരലോകത്തേക്കാൾ ഭൗതിക ജീവിതത്തെ ഇഷ്ടപ്പെടുന്നവരാണ്. പരലോക ജീവിതം സുഖകരമാക്കാനും അത് വിജയിപ്പിച്ചെടുക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനും ശ്രമിക്കുന്നതിനേക്കാൾ ഭൗതിക ജീവിതത്തിന്റെ സുഖങ്ങളാണ് അവർ ഇഷ്ടപ്പെടുന്നത്. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തെ തൊട്ട് അവർ ജനങ്ങളെ തടയുകയും ചെയ്യുന്നു. വയബഗൂനഹാ ഇവജാ, അള്ളാഹുവിന്റെ മാർഗം വക്രതയുള്ളതായി തീരാൻ അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഉലൈക ഫീ ളലാലിൻ ബഈദ്, അത്തരക്കാരായിട്ടുള്ള ആളുകൾ സത്യത്തിൽ നിന്ന് ബഹുദൂരം അകന്ന വഴികേടിലാകുന്നു. വമാ അർസൽനാ മിർ റസൂലിൻ, ഒരു ദൂതനെയും ഒരു പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ല, ഇല്ലാ ബിലിസാനി ഖൗമിഹി, തന്റെ ജനതയുടെ ഭാഷ കൊണ്ടല്ലാതെ, ലിയുബയ്യിന ലഹും, ആ ജനങ്ങൾക്ക് ആ പ്രവാചകൻ അവ വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി. ഫയുളില്ലുല്ലാഹു മൻ യശാഉ, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവരെ വഴിതെറ്റിക്കുന്നു. വയഹ്ദി മൻ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിലാക്കുകയും ചെയ്യുന്നു. വഹുവൽ അസീസുൽ ഹക്കീം, അവൻ പ്രതാപിയും യുക്തിയുക്തം പ്രവർത്തിക്കുന്നവനുമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു. ഖുർആനിലെ പ്രാധാന്യവും അതേപോലെ തന്നെ ആധികാരികതയും സ്ഥിരീകരിക്കുകയും അതോടൊപ്പം തന്നെ ഖുർആൻ കൊണ്ടുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം പറയുകയുമാണ് ഒന്നാമത്തെ സൂക്തത്തിൽ. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക്, തങ്ങളിലേക്ക് നാം അവതരിപ്പിച്ച ഗ്രന്ഥമാകുന്നു നബിയെ ഈ ഖുർആൻ. എന്തിനു വേണ്ടി അവതരിപ്പിച്ചു? ലിതുഖ്രിജന്നാസ, ജനങ്ങളെ തങ്ങൾ പുറപ്പെടുവിക്കാൻ, പുറത്തു കൊണ്ടുവരാൻ, മിനൽ ദുലുമാത്തി, ഇരുട്ടുകളിൽ നിന്ന് ഇലന്നൂരി, പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ. കണ്ടോ, ഇരുട്ടുകൾ എന്ന് പറഞ്ഞത് വഴികേടാണ്, വിവരദോഷമാണ്. ആ ഇരുട്ടുകൾ പലതുമുണ്ട്, തെറ്റിന്റെ റൂട്ടുകൾ പലതുമുണ്ട്, അതേപോലെ തന്നെ അവിശ്വാസത്തിന്റെ റൂട്ടുകൾ പലതുമുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ആ തെറ്റിനെ, തിന്മയെ ബഹുവചനമാക്കിയിട്ട് പറഞ്ഞു. അഥവാ വഴികേടിന്റെയും സത്യത്തിന് വിരുദ്ധമായിട്ടുള്ള ശൈലികളുടെയും സംഗതികൾ ഒരുപാടുണ്ട്. അതേസമയത്ത് സത്യം ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇലന്നൂരി, പ്രകാശത്തിലേക്ക്
അഥവാ സന്മാർഗത്തിലേക്ക് എന്നതിന് അല്ലാഹു തആല ഏകവചനമാക്കിയും പറഞ്ഞു. ലിതുഖ്രിജന്നാസ, ജനങ്ങളെ തങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി മിനൽ ദുലുമാത്തി, ഇരുട്ടുകളിൽ നിന്ന്, വഴികേട്, വിവരക്കേട്, സത്യനിഷേധം, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കുറേ സംഗതികളുണ്ട്. ആ സംഗതികളിൽ നിന്നെല്ലാം ജനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി, പുറത്തു കൊണ്ടുവരാൻ വേണ്ടി എങ്ങോട്ട്? ഇലന്നൂരി, പ്രകാശത്തിലേക്ക്. പ്രകാശം എന്ന് പറഞ്ഞാലോ ബിഇദ്നി റബ്ബിഹിം, അവരുടെ നാഥന്റെ സമ്മതപ്രകാരം ജനങ്ങളെ ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അള്ളാഹു തങ്ങൾക്ക് നൽകിയിട്ടുള്ള ഗ്രന്ഥമാണ് ഖുർആൻ. പ്രകാശം എന്ന് പറഞ്ഞാൽ അതായത് ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്, പ്രതാപിയും യുക്തിയുക്തം സ്തുത്യർഹനുമായിട്ടുള്ള നാഥന്റെ വഴിയിലേക്ക്, അവന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ. അപ്പൊ നേർമാർഗം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗം, അവൻ അടിമകൾക്ക് പൊരുത്തപ്പെട്ട് നൽകിയിട്ടുള്ള മാർഗമെന്ന് ചുരുക്കം. ആ മാർഗത്തിലേക്ക് ജനങ്ങളെ തങ്ങൾക്ക് കൊണ്ടുവരണമെങ്കിൽ തങ്ങളുടെ സ്വന്തം കഴിവുകൊണ്ടല്ല അത് സാധിക്കുന്നത്, സാധ്യമാകുന്നത് അള്ളാഹുവിന്റെ അനുമതി പ്രകാരവും അവന്റെ ഖളാ ഖദറിന്റെ അടിസ്ഥാനത്തിലുമാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ വിശദീകരിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അല്ലാഹില്ലദീ, അതായത് ഒരു അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ തങ്ങൾ പുറപ്പെടുവിച്ചു കൊണ്ടുവരാൻ. എങ്ങനത്തെ അള്ളാഹു? ലഹു മാഫിസ് സമാവാതി വമാ ഫിൽ അർളി, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം അവന്റെ അധീനതയിലാണ്, അവന്റെ അധികാരത്തിലാണ്, എല്ലാം അള്ളാഹുവിന്റെ അധികാരത്തിലാണ്. ആ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി അള്ളാഹു തആല തങ്ങൾക്ക് ഖുർആൻ അവതരിപ്പിച്ചു. ആ അള്ളാഹുവിന്റെ അധികാരത്തിലാണ് ആകാശവും ഭൂമിയും അതിലുള്ളതും എന്ന് പറഞ്ഞാൽ മറ്റു ഒരു ദൈവത്തിനും യാതൊരു വിധത്തിലുള്ള അധികാരവുമില്ല, യാതൊരു വിധത്തിലുള്ള നിയന്ത്രണവുമില്ല, യാതൊരു വിധത്തിലുള്ള ശക്തിയും കഴിവും ഒന്നുമില്ല. അള്ളാഹു നൽകുന്നതല്ലാത്ത ഒരു കഴിവും ആർക്കും ഒരർത്ഥത്തിലും ഇല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ പോലെ മറ്റൊരു ശക്തിയെ കാണുക, അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ട പരമമായ വണക്കം എന്ന ഇബാദത്തും ആരാധനയും അള്ളാഹു അല്ലാത്ത മറ്റുള്ളവർക്ക് സമർപ്പിക്കുക, ഇതെല്ലാം ബുദ്ധിശൂന്യതയാണ്, അതൊക്കെ വഴികേടാണ്, ഇരുട്ടാണ് എന്ന് അള്ളാഹു തആല പഠിപ്പിക്കുന്നു. വൈലുല്ലിൽ കാഫിരീന, സത്യനിഷേധികൾക്ക് നാശം, മിൻ അദാബിൻ ഷദീദ്, കടുത്ത ശിക്ഷ കാരണത്താൽ. സത്യനിഷേധികളെ കാത്തിരിക്കുന്നത് കടുത്ത ശിക്ഷയാണ്. ആ ശിക്ഷയിലേക്ക് അവരെ എത്തിക്കുന്നത് തങ്ങളെ എതിർക്കുകയും തങ്ങളെ നിഷേധിക്കുകയും ചെയ്യുക, തങ്ങളെ നിരാകരിക്കുകയും ചെയ്യുക എന്ന ആ അരുതായ്മയും അപകടവുമാണ് എന്ന് അല്ലാഹു തആല സൂചിപ്പിച്ചു. എന്നിട്ട് ആ സത്യനിഷേധികളെ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്, അല്ലദീന യസ്തഹിബ്ബൂനൽ ഹയാത്തദ് ദുനിയ അലൽ ആഖിറ, അവർ ഭൗതിക ജീവിതത്തെ പാരത്രിക ജീവിതത്തെക്കാൾ അവർ ഇഷ്ടപ്പെടുന്നു. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയ സുമ്മ വസഫഹും, ആ സത്യനിഷേധികളെ അല്ലാഹു വിവരിക്കുകയാണ്, പിന്നീട് വർണ്ണിക്കുകയാണ്, ബി അന്നഹും, ആ സത്യനിഷേധികൾ യസ്തഹിബ്ബൂനൽ ഹയാത്തദ് ദുനിയ അലൽ ആഖിറ, ഭൗതിക ജീവിതത്തെ പരലോക ജീവിതത്തെക്കാൾ അവർ ഇഷ്ടപ്പെടുന്നു. അഥവാ ദുനിയാവ് യുഖദ്ദിമൂനഹാ വയുസിറൂനഹാ അലൈഹാ, ആഖിറം എന്തായാലും കുഴപ്പമില്ല, ദുനിയാവ് ഞങ്ങൾക്ക് എന്തായാ മതി, സേഫായാ മതി എന്ന ചിന്ത അവർ വെച്ചു പുലർത്തുന്നു. വയഅമലൂന ലിദ്ദുനിയാ വനസൗ അൽ ആഖിറ, അവർ ദുനിയാവിന് വേണ്ടി പ്രവർത്തിക്കുകയും പരലോകത്തെ മറന്നുപോവുകയും ചെയ്യുന്നു. വതറകൂഹാ വറാഅ ളുഹൂരിഹിം, ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, പരലോകത്തെ അവർ അവരുടെ പുറങ്കാലുകൊണ്ട് പുറകിലേക്ക് ഉപേക്ഷിച്ചിരിക്കുന്നു, വെച്ചാൽ തീരെ പരിഗണിക്കുന്നില്ല. ഈ ജീവിതം കഴിഞ്ഞതിന് ശേഷം മറ്റൊരു ജീവിതമുണ്ട് എന്ന വിഷയമേ അവരുടെ അജണ്ടയിലില്ല. അതേസമയത്ത് ഇവിടത്തെ ജീവിതം സുഖകരമാകണം, ഇവിടെ ജീവിതം സന്തോഷകരമാകണം, അതിനേതു തറവേലകളും കാണിക്കുന്നതിന് ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന ചിന്തയാണ് അവരെ നയിക്കുന്നത്. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തെ തൊട്ട് അവർ ജനങ്ങളെ തടയുകയും ചെയ്യുന്നു. അഥവാ അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ വരുന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരെ നിങ്ങൾ ഫോളോ ചെയ്യരുത് എന്നും അവരുടെ വാക്കുകൾ കേൾക്കരുത് എന്നും ജനങ്ങളെ അവർ വിലക്കുകയും ചെയ്യുന്നു. വയബൂനഹാ ഇവജാ, ആ മാർഗങ്ങളെ വക്രതയുള്ളതാവാൻ അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു, ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നിന്ന് തെറ്റി ഏതെങ്കിലുമൊക്കെ ഉടായ്പകളിലൂടെ സഞ്ചരിക്കുന്നത് മുഖേന ശരിയായ റൂട്ടിൽ നിന്ന് ആളുകൾ തെറ്റിപ്പോകണം എന്ന ചിന്തയാണ് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്.
യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് എത്താനുള്ള വഴി അത് സ്ട്രൈറ്റാണ്, നേരെയുള്ള വഴിയാണ്, വളവും തിരിവും ഇല്ലാത്തതാണ്. അപ്പൊ വളഞ്ഞ മാർഗങ്ങളിലൂടെ ഇതാണ് മതം എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് എത്തിച്ചേരാൻ അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ ഉലൈക ഫീ ളലാലിൻ ബഈദ്, അങ്ങനെയുള്ള ആളുകൾ സത്യത്തിൽ നിന്ന് ബഹുദൂരം അകന്ന വഴികേടിലാകുന്നു. ഒരിക്കലും തന്നെ ശരിയിലേക്ക് വരാൻ സാധ്യതയില്ലാത്ത വിധം, നന്മയിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയില്ലാത്ത വിധം തെറ്റിന്റേതായിട്ടുള്ള ശൈലിയിൽ മൂടുറച്ചുപോയ ഒരു പരാജിത വിഭാഗമാണവർ എന്ന് അല്ലാഹു തആല പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത്തരക്കാരായ ആളുകൾക്ക് കടുത്ത ശിക്ഷ അല്ലാഹു തആല നൽകും. അതിനുവേണ്ടി പരലോകത്ത് അല്ലാഹു ഏർപ്പാട് ചെയ്യും. അക്കാരണം കൊണ്ട് തന്നെ വലിയ നാശം അവരെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. എന്നിട്ട് പടച്ചോൻ പറയാണ്, വമാ അർസൽനാ മിർ റസൂലിൻ, ഒരു ദൂതനെയും നാം നിയോഗിച്ചിട്ടില്ല ഇല്ലാ ബിലിസാനി ഖൗമിഹി, ആ ദൂതന്റെ ജനതയുടെ ഭാഷയിലല്ലാതെ, അഥവാ ആ ജനങ്ങളുടെ ഭാഷ, ജനങ്ങൾക്ക് ആ ജനങ്ങളുമായി സംവദിക്കാൻ ആവശ്യമായ സംവിധാനം അതൊരുക്കാതെ ഒരു നബിയെയും അല്ലാഹു തആല നിയോഗിച്ചിട്ടില്ല. ലിയുബയ്യിന ലഹും, എന്തിനാണ് അവരുടെ ഭാഷയിൽ ആ പ്രവാചകനെ അയക്കുന്നത്? അവർക്ക് ആ പ്രവാചകൻ കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കാൻ, അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നബിമാരെയും അവരുടെ നാട്ടുകാരുടെ ഏതൊരു സമൂഹത്തിലേക്കാണോ ആ പ്രവാചകൻ നിയോഗിക്കപ്പെടുന്നത്, ആ നിയോഗിക്കപ്പെടുന്ന പ്രവാചകരുടെ ഭാഷയിൽ തന്നെയാണ് ജനങ്ങളെയും അല്ലാഹു, ജനങ്ങളുടെ ഭാഷയിൽ തന്നെയാണ് നബിയെയുമാക്കിയത്. അല്ലെങ്കിൽ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അത് വല്ലാത്ത അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഉണ്ടാക്കും. അതിനുള്ളൊരു അവസരം അല്ലാഹു തആല ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പില്ലാത്ത വിധം അല്ലാഹുവിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരിയായ വിധത്തിൽ സുതാര്യമായി ആ പ്രവാചകന്മാർ വിശദീകരിച്ചിട്ടും അത് ഉൾക്കൊള്ളാൻ തയ്യാറില്ലാത്ത കുറെ മനുഷ്യന്മാരുണ്ടായി. അതാണ് ഫയുളില്ലുല്ലാഹു മൻ യശാഉ, അങ്ങനെ അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ വഴിപഴപ്പിക്കുന്നു. വയഹ്ദി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിലാക്കുകയും ചെയ്യുന്നു. അതായത് ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയിൽ, അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ, അവർക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന വിധത്തിൽ വളരെ സിമ്പിളായി സത്യം അവരുടെ മുന്നിൽ പ്രവാചകന്മാർ പ്രകടിപ്പിച്ചാലും വിശദീകരിച്ചാലും അത് ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത കുറെ മനുഷ്യന്മാരുണ്ടായിട്ടുണ്ട്. അത് സ്വീകരിച്ചുകൊണ്ട് സത്യത്തിന്റെ ശരിയായ മാർഗത്തിലൂടെ സഞ്ചരിച്ചവരുമുണ്ടായിട്ടുണ്ട്. ഏതായാലും വഹുവൽ അസീസുൽ ഹക്കീം, അല്ലാഹു പ്രതാപിയും യുക്തിയുക്തം പ്രവർത്തിക്കുന്നവനുമാണ്. അഥവാ എല്ലാവരെയും സത്യത്തിലേക്ക് നിർബന്ധപൂർവം കൊണ്ടുവരിക എന്നൊരു റൂട്ട് അല്ലാഹു സ്വീകരിച്ചില്ല. മറിച്ച് മനുഷ്യർ അല്ലാഹു തആല വിശേഷ ബുദ്ധി നൽകി ശരിയും തെറ്റും ഏതാണെന്ന് വിവേചിച്ച് മനസ്സിലാക്കാൻ പ്രവാചകന്മാരുടെ ഉത്ബോധനം അല്ലാഹു തആല നടത്തി. എന്നിട്ട് ശരി ഇന്നതാണെന്നും തെറ്റിന്നതാണെന്നും ബോധ്യപ്പെടുത്തിയതിനു ശേഷം ശരി സ്വീകരിക്കാനുള്ള, അതേപോലെ തെറ്റ് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു തആല ജനങ്ങൾക്ക് നൽകി. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഈ ശരി സ്വീകരിച്ചാൽ നിങ്ങൾ വിജയത്തിലും തെറ്റ് സ്വീകരിച്ചാൽ നിങ്ങൾ വഴികേടിലും നരകത്തിലുമാകുമെന്ന്. അപ്പൊ ഈ ശരി സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ കുടുങ്ങുമെന്ന് ശരിയും തെറ്റും വേർതിരിച്ചു മനസ്സിലാക്കി തന്നതിന് ശേഷം, അത് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാൻ സെലക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം തന്നതിന് ശേഷം അല്ലാഹു തആല നമ്മളെ നമ്മുടെ ഇഷ്ടത്തിന് വിട്ടാൽ ഇനി തെറ്റ് തെരഞ്ഞെടുത്തവൻ ശിക്ഷിക്കപ്പെടേണ്ടവനല്ലയോ, അവൻ അവന്റെ ശവക്കുഴി സ്വയം തോണ്ടിയതല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ അല്ലാഹു ഒരാളെയും നിർബന്ധിച്ച് എങ്ങോട്ടും ആക്കുകയല്ല. കാരണം അങ്ങനെ അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഖുർആൻ തന്നെ കാണാം, വലൗ ശാ അല്ലാഹു ലഹദന്നാസ ജമീഅ, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാവരെയും സന്മാർഗത്തിലാക്കുമായിരുന്നുവെന്ന്. ഇവിടെ ഓരോ നബിമാരെയും അവരുടെ നാട്ടുകാരുടെ ഭാഷയിലാണ് അല്ലാഹു തആല നിയോഗിച്ചത് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്ര ഭാഷ അറിയാമെന്നൊരു പ്രസക്തമായ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ മറുപടി ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പലരും രേഖപ്പെടുത്തുന്നത് ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിൽ ഉദ്ധരിക്കുന്നത് കാണാം. ബുഖാരിയുടെ സഹീഹിന്റെ കിതാബുൽ ജിഹാദിൽ മഹാനവറുകൾ പറയുന്നുണ്ട്, ഹദീസ് നമ്പർ 3070 നമ്പർ ഹദീസിന്റെ വ്യാഖ്യാനം. ഹദീസിന്റെ ഹെഡിംഗ് എന്താണ്? ബാബുമൻ തകല്ലമ ബിൽ ഫാരിസിയ്യ വൽറിഖാന, ഫാരിസി പേർഷ്യൻ ഭാഷയിലും അതേപോലെ അറബിയല്ലാത്ത മറ്റു ഭാഷയിലുമൊക്കെ സംസാരിച്ചവർ എന്ന് പറയുന്ന അധ്യായം. എന്നിട്ട് ആ അധ്യായത്തിൽ വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി എന്ന
സൂറത്തു ഇബ്രാഹീമിന്റെ 4-ാമത്തെ സൂക്തവും ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നു. അതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു കസീർ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു തന്റെ ഫതഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുകയാണ്, അല്ലാഹു തആല ഈ പറഞ്ഞ വമാ അർസൽനാ മിർ റസൂലിൻ എന്ന ആയത്തും വഖ്തിലാഫി അൽസിനത്തിക്കും എന്ന ആയത്തും ഇമാം ബുഖാരി തങ്ങൾ ഈ ഹെഡിങ്ങിന് കീഴിൽ കൊണ്ടുവന്നത് കഅന്നഹു അശാറ ഇലാ അന്ന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅരിഫുൽ അൽസിന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാ ഭാഷകളും അറിയാമായിരുന്നു എന്നതിലേക്ക് സൂചന നൽകുകയാണ് ഇമാം ബുഖാരി തങ്ങൾ. കാരണം ലിഅന്നഹു ഉർസില ഇലൽ ഉമമി കുല്ലിഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ സമൂഹങ്ങളിലേക്കും പ്രവാചകരായി നിയോഗിക്കപ്പെട്ടവരാണ്. അലഖ്തിലാഫി അൽസിനതിഹിം, അവരുടെ ഭാഷ വ്യത്യസ്തമായിരിക്കെ ഫജമീഉൽ ഉമമി ഖൗമുഹു, അപ്പൊ എല്ലാ സമൂഹങ്ങളും മുത്തുനബിന്റെ ജനതയാണ്, അഥവാ തങ്ങളുടെ പ്രബോധിത സമൂഹത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. ബിൻ നിസ്ബത്തി ഇലാ ഉമൂമി റിസാലത്തിഹി, നബി തങ്ങളുടെ പ്രവാചകത്വം എല്ലാവരിലേക്കും സർവ്വവ്യാപകമായി അള്ളാഹു ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ ഫഖ്തല അയ്യാരിഫ അൽസിനതഹും, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവരുടെ എല്ലാവരുടെയും ഭാഷ അറിയാമെന്നതിൽ നിന്ന് വരുന്നു. ലിയഫ്ഹമ അൻഹും വയഫ്ഹമു അൻഹു, അവരിൽ നിന്ന് നബി സല്ലല്ലാഹു തങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും നബി തങ്ങൾ പറയുന്നത് അവർക്ക് മനസ്സിലാക്കാനും. അപ്പൊ ഇവർക്ക് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പില്ലാതിരിക്കാൻ വേണ്ട സംവിധാനം ഉണ്ടാകണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേർഷ്യൻ ഭാഷയിലും അതേപോലെ തന്നെ മറ്റു പല ഭാഷകളിലും സംസാരിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, ഏതു നാട്ടുകാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് സംസാരിച്ചാലും അവരോടെല്ലാം സംസാരിക്കാൻ പറ്റും വിധത്തിലുള്ള ഒരു കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുകയാണ്. തഫ്സീർ ജമലിൽ നമുക്ക് കാണാം, കാന യുഖാതിബു കുല്ല ഖൗമിൻ ബിലുഗതിഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തരോടും അവരുടെ ഭാഷയിൽ സംബോധന നടത്തിയിരുന്നു. എന്നാൽ എന്ന് മാത്രമല്ല, ലിഅന്നഹു ലം യത്തഫിഖ അന്നഹു യുഖാതിബു അഹദൻ മിൻ അഹ്ലിഹാ, എല്ലാ നാട്ടുകാരോടും നബി തങ്ങൾ സംവദിച്ചു എന്നൊന്നും എവിടെയും കൃത്യമായി വന്നില്ല. പക്ഷേ വലു ഖാതബഹു ലകല്ലമഹു ബിഹാ, ഏതു നാട്ടുകാരോട് സംസാരിക്കാൻ അവസരമുണ്ടായാലും അവരുമായി കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ട അവസ്ഥയുണ്ടായാലും അവരോട് അവരുടെ ഭാഷയിൽ തന്നെ സംസാരിക്കാൻ തങ്ങൾക്ക് സാധിക്കുന്ന ഒരവസ്ഥ അല്ലാഹു തആല നൽകിയിട്ടുണ്ട് എന്ന് ഈ സൂക്തത്തിൽ നിന്ന് മനസ്സിലാക്കാം. തഫ്സീർ ഇവിടെ 2 രൂപത്തിലുണ്ട്. ഖൗമ് എന്നതിന് താൻ ജനിച്ചു വളർന്ന ജനത എന്നൊരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായമനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തായാലും അറബിയാണ് എന്ന അർത്ഥത്തിൽ നമുക്കത് വിലയിരുത്താം. എന്നാൽ ഖൗമ് എന്നത് ദഅവത്തിന്റെ പ്രവാചകത്വത്തിന്റെ പ്രചരണം, അതേപോലെ തന്നെ അവരൊക്കെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കൽ എന്ന പ്രബോധനം, ആ പ്രബോധനത്തിന്റെ സമൂഹം എന്ന നിലയ്ക്ക് എല്ലാവരും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധിത സമൂഹമാണ്. അപ്പൊ അവരോടൊക്കെ സംസാരിക്കേണ്ട അവസ്ഥകൾ വന്നാൽ അവരുടെ ഭാഷയിൽ തന്നെ സംസാരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധിക്കും വിധത്തിൽ അല്ലാഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പവർ നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് പേർഷ്യൻ ഭാഷയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അറബിയല്ലാത്ത മറ്റു പല ഭാഷകളിലും തങ്ങളുടെ സംഭാഷണങ്ങൾ വന്നതുണ്ട് എന്ന് ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിന്റെ 3070 നമ്പർ ഹദീസിന്റെ ഹെഡിംഗ് തന്നെ ബാബു മൻ തകല്ലമ ബിൽ ഫാരിസിയ്യത്തി വർ-റിസാന എന്ന് രേഖപ്പെടുത്തിയതെന്ന് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു തന്റെ ഫത്ഹുൽ ബാരിയിൽ വിശദീകരിക്കുകയാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവർ ഉൾക്കൊള്ളാനും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അർഹമായി അംഗീകരിച്ച് മുന്നോട്ട് പോകാനും തൗഫീഖ് നൽകട്ടെ. ആ ഹഖിന്റെ കൂടെ നിൽക്കാൻ അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.